വള്ളി പിടിക്കുന്ന കാര്യത്തിൽ ചേച്ചി പണ്ട് മുതലേ ഒരു പുള്ളിപ്പുലിയായിരുന്നു. അതിനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു 6ലോ 7ലോ പഠിക്കുന്ന സമയം ഞാൻ ഈ ചാർക്കോളും കല്ലൊക്കെ വെച്ചിട്ട് ഈ റോഡിലും ചുമരിലൊക്കെ കണ്ട ചിത്രങ്ങൾ വരച്ചിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് ഇന്ന് റോഡിൽ എന്ത് വരക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് വന്നുകൊണ്ടിരുന്ന എൻ്റെ മുന്നിൽ ഒരു ബോർഡ് പെട്ടു. വേഗത കുറയ്ക്കുക. എൻ്റെ നാട്ടിലെ ഒരു കുടുംബശ്രീ വെച്ച ബോർഡായിരുന്നു അത്. സോ ഇന്നത്തെ ഡ്രോയിങ് അവരോടുള്ള ഒരു ആദര സൂചകമായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഒരു കല്ലെടുത്ത് റോഡിലോട്ട് ആൻഡ് ആ കുടുംബശ്രീയുടെ പേര് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. കുടുംബശ്രീയുടെ എഴുതുന്ന കറക്റ്റ് ടൈമിൽ ഹെഡ് മാസ്റ്റർ സ്കൂള് പൂട്ടി അതുവഴി വന്നു. സോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എൻ്റെ വീട് സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. സോ ആ റോഡ് വഴി പാസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഞാൻ എഴുതി വെച്ചത് എന്തായാലും കാണും. നെക്സ്റ്റ് ഡേ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ക്ലാസ്സിൽ പോയിട്ട് പറയാന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഞാൻ ക്ലാസ്സിൽ കയറിയ അടുത്ത സെക്കൻഡ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓടി വന്നിട്ട് എന്നോടൊരു ഗോസിപ്പ് പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഗോസിപ്പ് പറയുന്നതിനൊരു പ്രത്യേക ടോൺ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ്സിൽ ഭയങ്കര ആശയക്കുഴപ്പത്തിൽ ഒരു സൈഡിലിരിക്കുന്ന കുട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ അറിഞ്ഞിനാ ഇവളെ പേര് ഏതോ ഒരു ചെക്കൻ റോട്ടുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ടൈമിലായിരുന്നു എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്നേ. കുടുംബശ്രീയുടെ സെയിം പേരിലൊരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച ആ വ്യക്തിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഹലോ മിസ്റ്റർ, അതിൻ്റെ സൈഡിലൊരു കാകൂടി ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആവോ? പക്ഷേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗോസിപ്പിനോട് താല്പര്യമുള്ള ആൾക്കാർ ഗോസിപ്പ് മാത്രമല്ലേ വിശ്വസിക്കൂ. ഞാൻ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ട്രൂത്ത് റിവീൽ ചെയ്ത ടൈമിലും ആരും എന്നെ വിശ്വസിച്ചിരുന്നില്ല. സോ ഒരു 1-2 ദിവസത്തെ ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ആ ഗോസിപ്പങ്ങ് ഇറങ്ങിപ്പോയി. ആ ഒറ്റ ഇൻസിഡൻറ്റോടെ ഞാൻ റോഡിൽ ചിത്രം വരക്കുന്ന അല്ലെങ്കിൽ റോഡിൽ ഇങ്ങനെ കോഡ്സ് എഴുതി വെക്കുന്ന പരിപാടി നിർത്തി. സോ ഇന്നത്തെ കഥയും ഡ്രോയിങ്ങും ഇത്രയുള്ളൂ. ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.